ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് തേജസ്. അപ്പം ഇന്ന് ഞാനൊരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും ആയിട്ടാണ് വന്നേക്കുന്നത്. ഗുഡ് ന്യൂസ് അത് എനിക്ക് മാത്രമായിരിക്കാം ഗുഡ് ന്യൂസ്, പക്ഷേ എൻ്റെ കൂടെ കളിയുന്ന ആൾക്കാർക്ക് അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു സാധാ ന്യൂസ് ആയിരിക്കും, മറ്റേ പത്രത്തിൽ കാണുന്ന ഒരു സാധാ ന്യൂസ്. നിങ്ങൾക്ക് ഒരാൾക്ക് ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങളവിടെ വെറുതെ കുഴപ്പമില്ല, കിട്ടാത്തത് അവന് കിട്ടിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വിടും. അതുപോലെ എനിക്കും കിട്ടി ഒരെണ്ണം. അതായത് ശ്രദ്ധിച്ചോന്നറിയത്തില്ല, എൻ്റെ അക്കൗണ്ട് ഒന്നും 660 ദിവസം ഇന്ന് കളിച്ചു. ആൾക്കാരോട് കളിച്ചത് ആരൊക്കെയെന്ന് വിചാരിച്ചാൽ അച്ചൂസ്, ഞാൻ, പിന്നെ വേറൊരുത്തോണ്ട് എൻ്റെ അഹിൽ എന്ന് പറഞ്ഞേ ഞങ്ങൾ 3 പേരും കൂടെ കളിച്ചു. സെറ്റായി മുത്തേ. ഞങ്ങൾ 660 ദിവസം കഴിഞ്ഞ് ലൈനിങ് അടിച്ച് ഞാൻ ചാവാറായി. ഞാൻ അന്നേരം അവനോട് പറഞ്ഞ സ്ക്രാപ്പ് ആകെ 300 സ്ക്രാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത് AFK ബേസ്, അത് കഴിഞ്ഞിട്ട് AFK ബേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നോർത്ത് പോളി പോയിട്ട് അവിടെ ഒരു ബേസ് ഉണ്ടാക്കി. അപ്പം ഈ AFK ബേസ് ഞങ്ങൾ വെറുതെ ഹാമറും കൊണ്ട് കളഞ്ഞ് അവിടെ കൊണ്ടുപോയി ബ്ലൂ പ്രിൻ്റ് മാത്രം വെച്ച്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതായി. അപ്പോൾ അങ്ങനെ കുറേ സ്ക്രാപ്പ് തീർന്നേ. ഒരു 10 രൂപ ലൈറ്റിംഗ് റോഡ് മേടിക്കുവാണെങ്കിൽ അതെങ്കിലും ഇച്ചിരി ഇതായത്. ക്യാമ്പിൽ ഒരെണ്ണം, നോർത്ത് പോളിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിലും വെക്കണം. കാരണം അത് വെച്ചേക്കുന്നത്, അത് നോർത്ത് പോൾ സെറ്റാക്കിയിരിക്കുന്നത് വിചാരിച്ചിട്ട് ഒരു ചങ്കിൽ ഒരു ലൈറ്റിംഗ് റോഡ്, അങ്ങനെ ഒരു 100 എണ്ണമെങ്കിലും വേണം. അപ്പോൾ അതിന് കുറേ സ്ക്രാപ്പ് വേണം. അപ്പം ഞങ്ങളത് തപ്പി ഇറങ്ങി. അവസാനം അവരാണെങ്കിൽ കൾട്ടിസ്റ്റ് ബേസിക് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഡീറ് വന്ന് മാന്തി. ഞങ്ങൾ 3 പേർക്ക് ലോ ഹെൽത്ത് ആയിരുന്നു, ഇൻഡിവിജ്വൽ അടിച്ചു കളിച്ച്. അപ്പോൾ അവനെ വന്ന് ഡീറ് മാന്തി ഡീറ് പിടിച്ച്. എന്നെ വന്ന ഒരു ആൽഫ വൂൾഫ്, ഡീറ് നൈറ്റ് വൂൾഫിനൊക്കെ ഫോണാക്കത്തില്ലേ, അങ്ങനെ ഒരു ആൽഫ വൂൾഫ് വന്ന് കടിച്ച് ഞാനും തീഞ്ഞു. അവസാനം അവനത് കണ്ടതുമില്ല. പുറകെ ഒരു ആൽഫ വൂൾഫ് വന്ന് അവൻ കടിച്ച്. അപ്പം അവൻ്റെ ഒരു ഹാഫ് അല്ല, അവൻ്റെ ഒരു 40. ഇപ്പം ഒരു വൂൾഫ് അടിച്ചാൽ 20% ഹാർട്ട് പോകുമെന്ന് വിചാരിച്ചോ. അവൻ്റെ ഒരു 40% ഉണ്ടായിരുന്നു. ഒരു വൂൾഫ് അടിച്ച് പേടിച്ച് നേരെ ഒറ്റൊരു ഓട്ടം, എന്നിട്ട് ചെന്ന് വീണതോ വേറൊരു കരടിയുടെ മുന്നിലോട്ട്. വാല അപ്പോഴേ തീഞ്ഞു. അല്ല, കരടിയുടെ മുന്നിലോന്ന് അറിയത്തില്ല, അത് അച്ചൂസാട്ടം ചത്തത്. അങ്ങനെ 3 എണ്ണം പടമായി. അങ്ങനെ അങ്ങ് തേഞ്ഞു. അപ്പം അത് ഒരു ഗുഡ് ന്യൂസ്. പക്ഷേ അതൊരു ഗുഡ് ന്യൂസ് അല്ല. വേറൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ 1000 days ഇൻ 99 days in the forest is loading. ഞങ്ങൾ നാളെ ഉറപ്പായിട്ടും ഇത് 7 മണിക്കൂർ ഇരുന്ന് കളിച്ച് അങ്ങനെ നാളെ ഒരു 12 മണിക്കൂർ മുടക്കിയായാലും ഞങ്ങൾ 1000 ദിവസം എത്തിച്ചിരിക്കും പോലെ. അതാണ് ഒരു ഗുഡ് ന്യൂസ്. 1000 days ഈസ് ലോഡിങ്. ഇനി ബാഡ് ന്യൂസ്, ഒരു സന്തോഷമില്ലാത്ത എല്ലാവർക്കും. നിങ്ങൾ അറിഞ്ഞാണ് ക്രിസ്മസ് അപ്ഡേറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോർത്ത് പോൾ ഇവൻ്റാണ്. അതായത് നോർത്ത് പോളിൽ പോയാൽ കുറേ പ്രസൻറ്റ് കിട്ടും. അതിൻ്റെ ആ പ്രസൻറ്റിൽ നിന്ന് ലേസർ ക്യാമറ വേറെ കിട്ടും. ഇപ്പം സൈബോറിനൊന്നും ഒരു വിലയില്ലടേ, അതുകൊണ്ട് സൈബോറും ഒക്കെ ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് ഡയമണ്ട് ഉള്ളവർക്ക് ഇപ്പോഴാണ് ലാഭം. എൻ്റെ കൂട്ടുകാരൻ 600 ഡയമണ്ടിൻ്റെ സാധനം 410 ഡയമണ്ട് മേടിച്ചു. അതാണ് വേറൊരു കാര്യം. ഞാൻ ഈ വാമ്പയർ വാങ്ങിച്ചതും 410 ഡയമണ്ടാണ്. പക്ഷേ അതിൻ്റെ വീട് ഞാൻ ഇടാൻ മറന്നുപോയി. ഇനിയിപ്പോൾ നാളെ അത് ഇടാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ആയിരുന്നു. ഇതൊരു ഗുഡ് ന്യൂസ് ആയിരുന്നു. ആ ഗുഡ് ന്യൂസ് ഇപ്പം വെയിൽ വന്ന് ഉണങ്ങി പോവാറായി. ആ നോർത്ത് പോൾ അതിൻ്റെ അകത്തിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ അടുത്ത ഇവൻ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടൊക്കെ ഒട്ടുക. The snow is melting. Christmas event is ending, bro. Okay. January 3
എടാ പോവാടാ. ദ സ്നോ ഇസ് മെൽറ്റിംഗ് അവേ. ദ മാപ്പ് വിൽ ബി റിട്ടേണിംഗ് ടു ദ നോർമൽ ഫോറസ്റ്റ്. മേക്ക് ഷുവർ ഗെറ്റ് ഓൾ ദ ക്യാൻഡി കെയിൻസ് ആൻഡ് ക്രിസ്മസ് റിവാർഡ്സ് ബിഫോർ ദെൻ. തീർന്നു. ഇതാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് രണ്ടാമത് കൊണ്ടുവന്നേക്കുന്ന അപ്ഡേറ്റിൽ രണ്ടാമത്തെ ഇത്. അല്ല സോറി, മൂന്നാമത്തെ ഇത്. അതായത് ആദ്യത്തേത് 2x വീക്കെൻഡ് അത് തീർന്നു, ആ അപ്ഡേറ്റ് പോയി. പിന്നെ അല്ല 2x വീക്കെൻഡ് നമുക്ക് എപ്പോഴായിരുന്നു കിട്ടുക അത് മറന്നുപോയി. അതൊരു അപ്ഡേറ്റ്, അത് കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റ്, അത് നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഹാലോവീൻ അപ്ഡേറ്റ്, അതിനകത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും വിച്ച് ക്ലാസ്, അതൊരു നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഏലിയൻ ഫ്രെയിം ഒക്കെ വാങ്ങിക്കായിരുന്നു. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് ഈ ക്രിസ്മസ് പാർട്ട് 1 അതൊരു അപ്ഡേറ്റ്, ക്രിസ്മസ് പാർട്ട് 2 അതൊരു അപ്ഡേറ്റ്, ക്രിസ്മസ് പാർട്ട് 3 ഈ 3 അപ്ഡേറ്റ് എന്തായാലും ഒരെണ്ണത്തിൻ്റെ തന്നെയാണ്. അപ്പം ഇത് 3 കൂടെ ചേർത്തിട്ട് ഞാൻ ഒരെണ്ണം അങ്ങ് ആക്കി. അപ്പം ഈ 3 അതായത് ഹാലോവീന്, ക്രിസ്മസ്, 2x വീക്കെൻഡ്, ഈ 3 അപ്ഡേറ്റാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം ഇൻ ദ ഗെയിം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കഴിയുന്നതിന് മുന്നേ ഞങ്ങൾ എടുക്കാനാണ് നോക്കുന്നത്. അപ്പം ഞാൻ അടുത്ത 1000 ദിവസത്തിൽ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? മറ്റേ വാച്ച് ടവറില്ലേ, മറ്റേ നിങ്ങൾ കട്ട്സീനൊക്കെ കാണിക്കുമ്പോൾ ആദ്യം മണി അടിക്കുന്ന ആ നോർത്ത് പോൾ സേവ് ആകുമ്പോൾ കാണുന്ന ആ ഒരു കട്ട്സീനകത്ത് ആദ്യം ഒരു ടവറിൽ നിന്ന് ബെല്ലടിക്കത്തില്ലേ, ബെൽ ടവറിൽ നിന്ന്, ആ ടവറായിരുന്നു ഞങ്ങളുടെ ഹൗസ്. ഞങ്ങൾ അതിൻ്റെ ചുറ്റിന് ലോഗോകൾ വെച്ച് ചരിഞ്ഞ് അത്രയ്ക്ക് കുഞ്ഞ് ഗ്യാപ്പായിരുന്നു ഞങ്ങളുടെ എൻട്രൻസ്. എന്നിട്ട് ഒരിടത്ത് ഇങ്ങനെ ക്യാമ്പ്, പിന്നെ അപ്പുറത്ത് കുറേ ഫാം പ്ലോട്ട്, ഫുഡ് ഏരിയ, പിന്നെ ഇപ്പുറത്ത് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ക്യാമ്പിൽ നേരത്തെ ഒരു AFK വെച്ചെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു സാധനം അവിടെ അത് കഴിഞ്ഞിട്ട് ഡേ സ്കീപ്പ്, മറ്റേ അത് ടെമ്പറൽ അസലേറ്റർ മോട്ടർ എന്തെങ്കിലും തേങ്ങ അവിടെ ഡേ സ്കിപ്പിംഗ് മെഷീൻ, അത്രേ ഉള്ളൂ. അതിന് നൈറ്റ് സ്കിപ്പിംഗ് മെഷീൻ, പിന്നെ വെതർ മെഷീൻ, ഇത്രയും സാധനങ്ങളല്ല. പിന്നെ ഒരു ഓയിൽ ബാരൽ, കൊച്ചു പിള്ളേരുടെ ടെൻറ്റ്, അതൊക്കെ ടെൻറ്റ് വരെ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയടാ ഞങ്ങൾ ഹാമറും കൊണ്ട്. 3 പേർക്ക് ഓരോ ഹാമർ ഉണ്ടായിരുന്നു, 3 പേർക്ക് ലേസർ ക്യാനോൺ ഉണ്ടായിരുന്നു. അതിൽ എനിക്കും അച്ചൂസിനും ടാക്ടിക്കൽ ഷോട്ട് ഗൺ ഉണ്ടായിരുന്നു, അവന് കുണയും കൂടെ ഉണ്ടായിരുന്നു, അച്ചൂസിന് കുണയും കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നു. അതും നിങ്ങൾ ആ വീഡിയോ വരുന്നുണ്ട്, പൈതവി ആ വീഡിയോ വരുന്നുണ്ട്. ഞാൻ അത്രയും ദിവസം സർവൈവ് ചെയ്ത അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, വെയിറ്റ് ആൻഡ് സീ. അതും 300ാമത്തെ ദിവസത്തിൽ, അത് കഴിഞ്ഞിട്ട് കുറേ കൊണ്ടുപോയി, വെയിറ്റ് ആൻഡ് സീ. അതിനകത്ത് 10-20 റേ ഗൺ, 10-20 കുറേ കണ്ടുണ്ടോ. ഞങ്ങളുടെ ടാഗ്ലി ഷോട്ട് ഗൺ വരെ ഞങ്ങളവിടെ ഡ്രോപ്പാക്കി. എന്തിനാണെന്നറിയോ? ആർമറിക്ക് വേണ്ടി, വീഡിയോയ്ക്ക് വേണ്ടി. ഞങ്ങളെല്ലാം ഞങ്ങളുടെ സെറ്റ് ബേസ് ഞാൻ ഉണ്ടാക്കിയില്ല. ഞങ്ങളെല്ലാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബേസ് ഇൻ ദ ഗെയിമെന്ന് അത് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ബേസ് ആവാം. ഞാൻ അത്ര നല്ലൊരു ബേസ് ഒരു യൂട്യൂബ് വീഡിയോയിൽ പോലും കണ്ടിട്ടില്ല. ഇയാൾക്കിൻ്റെ വീഡിയോയിൽ പോലും ഞാൻ അത് കണ്ടിട്ടില്ല, അറിയാവോ? എന്തോ നല്ല ബേസായിരുന്നു. എല്ലാം ഒരു പനടീറുമായി പറയുന്നില്ല ഞാൻ. ആ മാഴ കൊണ്ട് തോലച്ച് പട്ടി അവന് പിടിക്കാൻ വരാം, ഒറ്റയ്ക്ക് വന്നാലെന്താ അവന് പ്രശ്നം? ആ പട്ടീനെ എന്തിനാണ് സ്പോണാക്കി വിടുന്നത്? വാഴ ഇവൻ ഒറ്റയ്ക്ക് വന്ന് പിടിച്ചുകൂടെ? എന്തിനാ ഈ പട്ടീനെ സ്പോണാക്കി വിടുന്നത്? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം. പട്ടി ഞാൻ നോക്കിക്കോ, 1000 ദിവസം അവസാനം ഞാൻ ടാക്ടിക്കൽ ഷോട്ടൊക്കെ കിട്ടുമല്ലോ, ആരുടെയെങ്കിലും വാങ്ങിക്കും, നേരെ പോവും. ഇവിടെ ഉള്ള എല്ലാ ബൂട്ട്സ്, ആൽഫ ബൂട്ട്സ്, ഇവന്മാർ മാത്രമേ എടുത്തുള്ളൂ. പോളർ ബിയർ എല്ലെണ്ണത്തിലും ഞാൻ ഇന്ന അവിടെ വലിക്കും. ആ പട്ടി ആൽഫ ബൂട്ട്സ് ഇന്നലെ ഞാൻ വിട്ടു. ഞാൻ ഇന്നവന്മാരെ നോക്കിക്കോ, പാട്ടി പുല്ലന്മാർ. അവന്മാർ കാരണമാണ് പോയത്. അല്ലെങ്കിൽ ഞങ്ങളൊരു 700 അല്ല ഒരു 750 കൊണ്ടുപോയത്. ആ വാഴകൾ കാരണമാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ അതിനകത്തുള്ള എല്ലാം പറഞ്ഞു.
എല്ലാം തീർന്നു. ഉണ്ടോ ഇത് രണ്ട് ഇവന്മാരെ ഉണ്ടോ? ഇവന്മാരായി മാറി ഞങ്ങൾ ഗൈസ്, ഞാൻ നാളെ മിക്കവാറും ലൈവ് ഇടുമായിരിക്കും. ലൈവ് ഇടാൻ മാക്സിമം നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ ആ 1000 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ലൈവ് ഇടുന്നത്. അപ്പോൾ ലൈവിനകത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വെറൈറ്റി ഗെയിംസ്, അതായത് 99 നൈറ്റ്സ്, സ്റ്റീൽ ബ്രീനോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ ലൈവിനകത്ത് 1-2 മിനിറ്റ് മാത്രമേ ഞങ്ങൾ കളിക്കത്തുള്ളൂ. തിരിച്ചു നേരെ വെറൈറ്റി ഗെയിംസ്, അതായത് ഹൈപ്പർ ഷോട്ട്, ബ്ലോക്സ് ഫ്രൂട്ട്, ഇതിനകത്തിൽ ഞാൻ ഒരു ഇതങ്ങ് തിരഞ്ഞെടുക്കും. എന്നിട്ട് ഞാൻ എല്ലാം കളിച്ച് നോക്കി എനിക്ക് ഏത് വെറൈറ്റി ഗെയിമാണോ ഇഷ്ടപ്പെട്ടത് അതങ്ങ് എടുക്കും. നിങ്ങളുടെ മുന്നിൽ കളിച്ച് കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കയറി കളിക്കാം. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ പറഞ്ഞെങ്കിൽ ഞാനൊരു ഇത് തയ്യാറാക്കാം. നിങ്ങൾ എൻ്റെ ലേറ്റസ്റ്റ് ഷോർട്ട് വീഡിയോ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ബ്രോ എൻ്റെ കൂടെ 99 നൈറ്റ്സ് കളിക്കാമോ എന്ന് ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ യൂസർ നെയിമും കൂടെ കമൻറ്റ് ചെയ്യുക, എൻ്റെ ലേറ്റസ്റ്റ് ഷോർട്ട് വീഡിയോ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ടൈം പറയും. ആ ടൈമിൽ നിങ്ങൾ ഏത് ടൈം വേണമെങ്കിലും പറഞ്ഞോ, അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ഞാൻ മിക്കവാറും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇന്ന് രാവിലെ ഞാൻ എണീച്ചു 7:47 കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. ന്യൂ ഇയർ ആയതുകൊണ്ട് എൻ്റെ ചേട്ടനും അമ്മയൊക്കെ പള്ളിയിൽ പോയേക്കായിരുന്നു. ഞാൻ എണ്ണിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പല്ല് പോലും തേച്ചില്ല. ഞാൻ പല്ല് വേറെ തേച്ചത് 11 മണിക്കാണ്. അത്രയും നേരം ഇരുന്ന് കളിച്ചടാ ഞാൻ. എന്നിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് തിരിച്ച് 1 മണിക്ക് കയറി. 1 മണി തൊട്ട് 7 മണി വരെ 7 ഹവേഴ്സാണ് ഇരുന്ന് കളിച്ചത്. അത് ഓർക്കണം. 1 മണിക്ക് തുടങ്ങി 7:30 തീർന്നു. 6:30 ഓൾമോസ്റ്റ് 7 ഹവർ ഇരുന്ന് അവിടെ കളിച്ചു. എന്നിട്ട് 660 ദിവസം കൊണ്ടുവന്നു. അപ്പോൾ ആ ലീഡർ ബോർഡിൽ 30,000 40,000 ഡോസ് ഒറ്റ 2 വീക്സ് അങ്ങാണ്ട് അവന്മാർ കളിച്ചത്. ഒരു വീഡിയോക്കകത്ത് അവന്മാർ പറയുന്നുണ്ടായിരുന്നു 2 വീക്സ് എന്ന്. റൂഡോൾഫ് അല്ല വേറെ ഏതൊരു എന്തെങ്കിലും കിട്ടിയത്. അപ്പോൾ അത്രയും നേരം ഇരുന്ന് കളിച്ചിട്ട് അവസാനം മൂഞ്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ആ ലൈക്ക് അടിച്ച് പൊട്ടിച്ചോ. അവന് ഒരു ചന്തി ഒന്ന് ശരിയായി കൊടുക്കണം. അവൻ ചവള കൂട്ടി അടിച്ചങ്ങ് പൊട്ടിച്ചോ. ലൈക്ക് ബട്ടൺ എവിടെ നോക്കിയാലും അടിച്ചോ. അവിടുത്തെ ആരും കംപ്ലീറ്റ് വരത്തില്ല. എവിടെ മോന്തയ്ക്ക് 10 അടിയും കൂടി ഡിസ്ലൈക്കിനടിക്കില്ല. അപ്പം അവൻ ഡിസ്ലൈക്ക് ഞെക്കരുത്, അത് ഞെക്കുകയോ ചെയ്യരുത്. ലൈക്ക് പണ്ട് ചെറുക്കനെ അവനെ അടിച്ച് കൊല്ലും. നിങ്ങളെ അടിക്കേണ്ട കാര്യമില്ല. അവൻ കൊച്ചു ചെറുക്കനായിട്ട് കുറച്ചാണ്ട് ഇങ്ങനെ ഈ ബാക്കം കണ്ടോ, ഈ ബാക്കും കിടന്നുറങ്ങുന്ന ബാക്കം കണ്ടോ, കിടന്നുറങ്ങുന്ന ബാക്ക് കണ്ട അവൻ്റെ മോൻ്റെ ഒന്ന് വിചാരിച്ചോ ലൈക്ക് ബട്ടൺ ഇങ്ങനെ ഒന്ന് ഞെക്കിയോ. അവൻ കൊച്ചിറക്കല്ലേ, ചത്തുപോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത്ര നേരം കണ്ട 13 മിനിറ്റ് മുടക്കി എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വെരി 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 താങ്ക്സ് ഫോർ ഹെൽപ്പിങ് മീ ആൻഡ് ഫോർ സപ്പോർട്ടിങ് മീ. ടേക്ക് കെയർ. രാത്രി എടുക്കുന്നതുകൊണ്ട് രാത്രി 10 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത്ര നേരം കണ്ടവർക്ക് എല്ലാവർക്കും വെരി 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 താങ്ക്സ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.